ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഡ്രീംസ് വിത്ത് മീ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ എൻ്റെ ഒരു ദിവസം ഇന്നിവിടെ തുടങ്ങുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ രാവിലെ കറിക്കായിട്ട് എടുക്കുന്നതാണിത്. ഇത് ഞാൻ എൻ്റെ ഒരു വർക്ക് ഏരിയയിൽ ഇതേപോലെ കുഞ്ഞു പോട്ടിൽ നട്ടു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പൊന്നാങ്കണ്ണി ചീരയാണ്. ഒരുപാട് ഗുണങ്ങളുള്ള ചീരയാണ് കേട്ടോ. നമ്മുടെ എന്താ പറയുക, തിമിരത്തെ വരെ തോൽപ്പിക്കാൻ കഴിവുള്ള ചീര എന്നാണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പോട്ടിലാക്കി നട്ടു വെച്ചിട്ടുണ്ട്. അതല്ലാണ്ട് നിലത്ത് നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം എൻ്റെ അടുത്തുനിന്ന് പോയതായിരുന്നു. പിന്നെ ഞാൻ രണ്ടാമതൊന്ന് പിടിപ്പിച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ ഇത് ഇതേപോലെ അത്യാവശ്യം വളർന്നു കഴിയുമ്പോൾ ഞാൻ പരിപ്പിട്ട് തോരനൊക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ പൊതുവേ എനിക്കിങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കുറച്ച് ഇതേപോലെ വെജിറ്റബിൾസ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മാക്സിമം ഞാൻ അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറുതായിട്ട് ചെയ്യാറുണ്ട്. നമുക്കധികം മണ്ണൊന്നുമില്ല. 3.5 സെൻറ്റാണ് നമ്മൾക്ക് ആകെയുള്ളൊരു സ്ഥലം. ഫുൾ ഇൻ്റർലോക്ക് കട്ട വിരിച്ചേക്കാണ്. അപ്പോൾ സൈഡിൽ കുറച്ച് പോർഷൻ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ കൃഷി പോലെ ചെയ്യാറുണ്ട്. അതിൽ ചായാമനസയും ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ തോരനുണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നന്നായിട്ട് പൊന്നാങ്കണ്ണി ചീര വളർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ലഞ്ചിന് ഇതെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ കട്ട് ചെയ്തെടുക്കുന്നത്. ആലിമിൻ്റെ അവസ്ഥ പഴയ പോലെ തന്നെയാണ് കേട്ടോ. ഒന്നും ഫുഡൊന്നും കഴിക്കുന്നില്ല ആൾ. ഒട്ടും തന്നെ വെള്ളവും കുടിക്കുന്നില്ല. ഇന്നലെ വരെ വെള്ളം കുടിച്ചിരുന്നു. ഇപ്പോൾ വെള്ളവും കുടിക്കുന്നില്ല. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഡോക്ടറിനെ കാണിക്കാൻ കൊണ്ടുപോകണമെന്നാണ് കേട്ടോ വിചാരിച്ചേക്കുന്നത്. 6 മണി തുടങ്ങിയാണ് ഡോക്ടർ ഉള്ളത്. ഡോക്ടർ ക്ലിനിക്കിലാണ് ഇരിക്കുന്നത്. പീഡിയാട്രീഷ്യനാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. അതുകൊണ്ടാണ് ഡോക്ടറിനെ തന്നെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കൊണ്ടുപോകണമെന്ന് ഇരിച്ചേക്കാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വലിയ ആൾക്കാർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ കുഞ്ഞുങ്ങൾക്ക് വരുമ്പോഴാണ് നമ്മൾ ശരിക്കും പെട്ടുപോകും. അവർക്കൊന്നും പറയാനും പറ്റില്ലല്ലോ. ഇപ്പം അതിൻ്റെയൊക്കെ ഒരു ടെൻഷനിലാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ ഞാൻ എന്താ പൊന്നാങ്കണ്ണി ചീരയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രത്തോളം മതിയാവും. നമ്മൾ ഉച്ചയ്ക്ക് മാത്രമല്ലേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് കഴുകി വാരി എടുക്കണം കേട്ടോ. പ്രത്യേകിച്ച് വേറൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചീരയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എല്ലായിടവും ഒന്ന് വെള്ളം ഒന്ന് സ്പ്രെഡാക്കി നന്നായിട്ടൊന്ന് കഴുകി വാരാൻ വെക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഏകദേശം ജോലിയൊക്കെ സ്റ്റാർട്ടായിരുന്നു കേട്ടോ. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് കറിക്കായിട്ട്. അത് ഞാൻ ദാ ഇങ്ങനെ ചതച്ചാണ് എടുക്കുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ ഇപ്പോൾ സാറ്റർഡേ സൺഡേ എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ഇതേപോലെ വെളുത്തുള്ളി നന്നാക്കി കഴുകി വാരിയിട്ട് മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് അതിന് സമയം കിട്ടാറില്ല. അപ്പോൾ അന്നേരമാണ് ഇപ്പോൾ റെഡിയാക്കി എടുക്കുന്നത്. നമ്മളങ്ങനെ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജോലി തീർക്കാൻ പറ്റും കേട്ടോ. എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് നന്നാക്കി എടുക്കുന്ന സമയമൊക്കെ അങ്ങോട്ട് ഒഴിവായി കിട്ടുമല്ലോ. പക്ഷെ ഇപ്പോൾ എനിക്ക് അതിന് നമുക്ക് ഇരുന്ന് നന്നാക്കി എടുക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പരിപ്പേറിയാണ്. പൊന്നാങ്കണ്ണി ചീര പരിപ്പിട്ടാണ് ഉലത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം പരിപ്പെടുത്തിട്ടുണ്ട്. രാവിലത്തേക്കും ഉച്ചക്കത്തേക്കും ഉള്ള പരിപ്പെടുത്തിട്ടുണ്ട് കേട്ടോ. പൊന്നാങ്കണ്ണി ചീരക്ക് ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒന്ന് കടുക് പൊട്ടിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് വഴറ്റും. അതിലേക്ക് സവാളയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള മുളക് പൊടി അല്ലെങ്കിൽ പച്ചമുളകാണെങ്കിൽ അങ്ങനെ അത് ചേർത്തിട്ട് ഒന്ന് വഴറ്റും കേട്ടോ. എന്നിട്ട് ഈ പൊന്നാങ്കണ്ണി ചീര ഡയറക്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കും. എന്നിട്ട് അതൊന്ന് അത്യാവശ്യം വേവിച്ചെടുക്കും കേട്ടോ. വേവിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടി ചേർത്തൊന്ന് ചെയ്തെടുക്കും. ഇങ്ങനെയാണ് ഞാൻ സാധാരണ രീതിയിൽ ഉലത്തിയെടുക്കാറ്. അപ്പോൾ പരിപ്പും കൂടി ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു കട്ടർ എൻ്റെ അടുത്ത് നേരത്തെ എൻ്റെ സ്ഥിരം വീഡിയോ കാണുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചായിരുന്നു അവിടെ നിന്ന് വാങ്ങിച്ചതെന്നൊക്കെ. ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിച്ചാണ് കേട്ടോ. ഇത് നമ്മൾ താമസിച്ചെടുക്ക തന്നെ വാങ്ങിച്ചാണ്. ഇപ്പോഴും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല യൂസ്ഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ബീൻസ് ആണെങ്കിലും ഇതേപോലെ ചീര ആണെങ്കിലും ക്യാബേജ് ആണെങ്കിലൊക്കെ ഞാൻ ഇതും കൊണ്ടാണ് കേട്ടോ കൂടുതലും ചെയ്യാറ്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി കട്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പുറത്ത് ഞാൻ എന്താ പരിപ്പേറി കൂടിയുള്ള വെക്കുന്നുണ്ട് കേട്ടോ കൂട്ടത്തിൽ. സെയിം ഇൻഗ്രീഡിയൻസ് തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എല്ലാം റെഡി ആവുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ 2 കറികളും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തേക്കുള്ള ഒരു കറിയും കൂടി ആയിട്ടുണ്ട്. ഇനി ഒരു കറിയും കൂടി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചെമ്മീൻ ഇരിക്കുന്നുണ്ടല്ലോ, നമ്മളന്ന് ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഉണക്ക ചെമ്മീൻ. അപ്പോൾ ചെമ്മീൻ ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി വാരി എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഓയിലൊന്നും ചേർക്കാണ്ട് വെറുതെ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അതിലത്തെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ടൊന്ന് പോയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ക്രിസ്പി ഫോമിലാകുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പുറത്ത് ഞാൻ ചെമ്മീനുള്ള മസാലയാണ് റെഡിയാക്കുന്നത്. കാരണം ഏകദേശം എൻ്റെ സമയമൊക്കെ വൈകിട്ടുണ്ട് കേട്ടോ, കുറച്ച് ലേറ്റായിട്ടുണ്ട്. കാരണം ആലിമ രാത്രി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ കുറച്ച് ലേറ്റായിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, നമ്മളുടെ മനസ്സ് മടുത്തിരിക്കുന്നൊരു അവസ്ഥയും കൂടിയാണ്. കാരണം നമ്മളുടെ മനസ്സിൽ ഈ ഒരു ടെൻഷൻ ഇങ്ങനെ കിടക്കുകയാണ്, കുട്ടിയൊന്നും കഴിക്കുന്നില്ലല്ലോ, ഡോക്ടർ ചെന്നാൽ എന്താ പറയുക എന്നൊക്കെ ഓർത്തിട്ട് ആ ഒരു ടെൻഷനും കൂടി കിടക്കുന്നതുകൊണ്ട് നമുക്ക് ജോലിയൊന്നും പ്രോപ്പറായിട്ട് സത്യം പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ട് കുറച്ച് സ്ലോലിയാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. നമുക്കിങ്ങനെ മനസ്സിൽ വേറൊരു വിഷമം കിടക്കുമ്പോൾ നമ്മളുടെ ജോലിയൊന്നും നമുക്ക് കറക്റ്റായിട്ട് നീങ്ങില്ലല്ലോ. അപ്പോൾ ഞാൻ ആഹിൽ പോണതിന് തൊട്ട് മുമ്പായിട്ട് ഇതൊക്കെ റെഡിയാക്കിയേക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുക്കള കിടക്കുന്ന കോലമാണ്, ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ജോലിയുടെ ഇടയ്ക്ക് പോയിട്ട് പാത്രം കഴുകിവെക്കലും ക്ലീനിങ് ഒക്കെ നടക്കുമായിരുന്നു കേട്ടോ. ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഇനിയിപ്പോൾ ആഹിൽ കുറച്ച് ലേറ്റ് ആവുകയും ചെയ്തു. അപ്പോൾ ആഹിലിൻ്റെ ബർത്ത്ഡേയുടെ കഴിഞ്ഞ ദിവസമായിരുന്നു ബർത്ത്ഡേ. അപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് ഇന്നാണ് ഈ പറയുന്ന പെന്നൊക്കെ കൊടുത്തു വിടുന്നത്. സാറ്റർഡേ ആയിരുന്നു അവൻ്റെ ബർത്ത്ഡേ. അപ്പോൾ തിങ്കളാഴ്ച ദിവസം സ്കൂളിലേക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നോക്കി വന്നപ്പോഴത്തേന് സത്യം പറഞ്ഞാൽ ലേറ്റ് ആയിട്ട് 8:25 അപ്പോൾ സൈക്കിൾ ഓട്ടി അവിടം വരെ എത്തില്ല, പിന്നെ വെറുതെ വഴക്കം കേൾക്കും. അപ്പോൾ അതിലും നല്ലത് ഞാൻ ആക്കി കൊടുക്കുന്നതാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവനെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കുകയാണ് കേട്ടോ. അപ്പോൾ സമയം 8:30 ജസ്റ്റ് ആയതേ ഉള്ളൂ. 8:45 അവരുടെ ഫസ്റ്റ് ബെല്ല് അടിക്കുന്നത്, പ്രെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആഹിലിനെ സ്കൂളിലാക്കി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരാം കേട്ടോ. ഇനി വീട്ടിലേക്ക് പോണ വഴിക്ക് എനിക്ക് പച്ചക്കറിയും വാങ്ങിക്കാനുണ്ട്, പിന്നെ ആലിമിൻ്റെ മരുന്ന് സിറപ്പ് തീർന്നിരിക്കുകയാണ് പനിയുടെ, അപ്പോൾ അതും വാങ്ങിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ തിരിച്ച് ആഹിലിനാക്കിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മെഡിക്കൽ ഷോപ്പിലൊന്ന് കയറണം. അപ്പോൾ വീടിനടുത്ത് തന്നെ ആസ്റ്ററിൻ്റെ മെഡിക്കൽ ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ വാങ്ങിക്കുന്നത്. അപ്പോൾ അങ്ങനെ മെഡിസിനൊക്കെ വാങ്ങിച്ചു ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. ഇത് മെഡിക്കൽ ഷോപ്പിലേക്ക് കയറുന്ന മൊമെൻറ്റിൽ തന്നെ എനിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ. ഈ പറഞ്ഞ പോലെ ഇയർ ബാലൻസിൻ്റെ ഈ ഒരു പ്രോബ്ലം എപ്പോഴാണ് വന്നേന്ന് നമുക്ക് പറയാൻ പറ്റില്ല, സഡൻ ആയിരിക്കും വന്നത്. അപ്പോൾ ഞാൻ ഒന്നാമത്തെ വണ്ടി ഓടിച്ചിട്ടാണ് പോയേക്കുന്നത്. അപ്പോൾ മെഡിക്കൽ ഷോപ്പിലേക്ക് കയറിയപ്പോൾ ഞാൻ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അവിടെ നിന്ന് ഇറങ്ങിപ്പോനോ, എനിക്ക് വണ്ടി ഓടിച്ച് വീട്ടിലെത്താൻ പറ്റുമോ, നമുക്കറിയാമല്ലോ ഇത് വന്നിരിക്കുന്നവർക്ക് അറിയാൻ പറ്റും. നമ്മളൊരു സൈഡിലേക്ക് നമ്മൾക്ക് പോലും ബാലൻസ് കിട്ടില്ല, നമ്മൾ വീണ് പോകും. 1-2 ഐറ്റംസ് കൂടി എനിക്ക് അവിടെ നിന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നു. പക്ഷേ ആലിമിനുള്ള സിറപ്പ് മാത്രം വാങ്ങിച്ചിട്ട് ഞാൻ എങ്ങനെയാണ് വീടെത്തിയെന്ന് എനിക്കറിയില്ല. അത്രയും പ്രാർത്ഥിച്ചാണ് ഞാൻ വീട്ടിലേക്ക് എത്തിയത്. കാരണം റോഡിലെങ്ങാനും വീണ് പോയാലോ എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് വന്ന് കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ. നേരെ ബെഡിലേക്ക് വന്ന് കിടന്നു. പിന്നെ എഴുന്നേറ്റത് 12:30 മണിയായിട്ടോ. ഇപ്പോൾ സമയം 12:30 മണിയാണ്. ഞാൻ ചോറ് വെക്കാം കേട്ടോ. ഞങ്ങളുടെ കറിയൊക്കെ രാവിലെ റെഡി ആയിട്ടുണ്ടായിരുന്നല്ലോ, പിന്നെ ചോറ് വെക്കാൻ പോവാണ്. അപ്പോൾ ആഹിലിനാക്കിയിട്ട് വന്ന് വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ നമുക്ക് ആ ഒരു ടൈമിൽ വെക്കാൻ പറ്റിയില്ല. പിന്നെ ഒരു 12:30 ശേഷമാണ് എനിക്ക് ബെഡിൽ നിന്നൊന്ന് എഴുന്നേൽക്കാൻ പറ്റിയത്. സാധാരണ രീതിയിൽ എനിക്കിങ്ങനെ ഈ ഒരു ഇയർ ബാലൻസിൻ്റെ പ്രശ്നം വരുമ്പോൾ ഞാൻ കുറച്ച് നേരം കിടന്ന് കഴിയുമ്പോൾ അത് റെഡി ആവാറുണ്ട്. പക്ഷേ ഈ ഒരു പ്രോബ്ലം വെച്ചുകൊണ്ട് തന്നെ ഞാൻ 2 വീലർ ഓടിച്ച് വന്നപ്പോഴത്തേനും അപ്പോൾ അത്ര നേരം കൂടി നമുക്ക് ബുദ്ധിമുട്ടുണ്ടായല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത് കുറച്ച് ലോങ് ടൈം എടുത്തത്. അപ്പോൾ 12:30 ശേഷമുണ്ട് ഞാൻ ചോറും ആഹിലിനുള്ള കഞ്ഞിയൊക്കെ വെക്കുന്നത്. പിന്നെ ഈ പാത്രങ്ങൾ കഴുകാനുണ്ടായതും എല്ലാം ചെയ്തത് ഇപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ച വെജിറ്റബിൾസ്. ഇതൊന്നും എനിക്ക് എടുത്ത് വെക്കാൻ പറ്റിയില്ലായിരുന്നു, ടേബിളിലേക്ക് കൊണ്ടുവന്ന് ഇട്ടിട്ട് നേരെ വന്ന് കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ഓർഡർ ചെയ്ത് വെക്കുകയാണ്. പാത്രങ്ങളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ അതെല്ലാം ഒന്ന് ഒതുക്കി വെക്കുകയാണ് കേട്ടോ. വെജിറ്റബിൾസൊക്കെ ഇതേപോലെ ഒരു കുഞ്ഞി ഇതേപോലെ നമ്മൾ ഓൺലൈൻ വാങ്ങിച്ച പാത്രങ്ങളൊക്കെ തന്നെയാണ്, നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതിലാണ് ഞാനിങ്ങനെ ഓരോന്നും എടുത്ത് സെപ്പറേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് എടുക്കാനും വെക്കാനും ഒക്കെ എളുപ്പമാണ്. വേപ്പിലയും പച്ചമുളകൊക്കെ ഇതേപോലെ കഴുകി വെച്ചിട്ടുണ്ട്. വേപ്പില കഴുകി വെള്ളം പോകാനായിട്ട് വെച്ചിട്ടുണ്ട്. പച്ചമുളക് ഇതേപോലെ നന്നായിട്ട് കഴുകി വാരി ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരമായിട്ടോ ഞങ്ങൾ പിന്നെ ചായയൊക്കെ ഇട്ട് കുടിച്ചു. കാരണം ട്യൂഷൻ്റെ സമയമായി, കുട്ടികൾ ട്യൂഷന് എത്താനുള്ള സമയമായി.
അപ്പം 3 സെറ്റാണ് എക്സാം നടക്കുന്നത് കേട്ടോ. അതായത് എൻ്റെ മോൻ്റെ സ്കൂളിൽ ആദ്യം കഴിഞ്ഞു, അത് കഴിഞ്ഞ് സെയിൻറ്റ് ആൻസ് എന്ന് പറഞ്ഞ സ്കൂളിൽ കഴിഞ്ഞു, അത് കഴിഞ്ഞതായി ഇപ്പോൾ ചവറദർശൻ പബ്ലിക് സ്കൂളിൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അവരുടെ എക്സാമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ആലുവിനെയും കൊണ്ട് ഡോക്ടറിനെ കാണാൻ പോയായിരുന്നു. ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അത് ലാബിലിരിക്കുന്ന സീനാണ്. H1N1 ഡെങ്കും ബ്ലഡ് ടെസ്റ്റും യൂറിനും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ഡോക്ടറിന് റിസൾട്ടൊക്കെ കൊണ്ടുപോയി കാണിച്ചു. ഞങ്ങൾ വീട്ടിൽ 10:30ക്കാണ് തിരിച്ചെത്തിയത്. അപ്പോൾ ബ്ലഡിൽ കുറച്ച് വേരിയേഷൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഫുഡ് എങ്ങനെയെങ്കിലും കഴിപ്പിക്കണം. കഴിച്ചില്ല എന്നാണെങ്കിൽ നാളെ കൊണ്ടുപോയി ഡ്രിപ്പ് ഇടണമെന്നാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. ഡ്രിപ്പ് ഇടുന്നതിൻ്റെ അല്ല, കുട്ടി അതെങ്ങനെ അത് സർവൈവ് ചെയ്യുമെന്ന് ഓർക്കുമ്പോഴാണ് ആ ഒരു ടെൻഷൻ. അത് മാക്സിമം ഒഴിവാക്കാനാണ് ഞങ്ങൾ ട്രൈ ചെയ്യുന്നത്, ഫുഡ് എങ്ങനെയെങ്കിലും കഴിപ്പിച്ച്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.